5 പേജാൻ അച്ചാർ കൊണ്ടാട്ടി മോശമായിട്ടോ. അച്ചാറും കൂടി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്ന് പോകുന്നത് നമ്മൾ ഈ മീഡിയ മീറ്റപ്പ് നടത്തുന്നുണ്ടോ യൂട്യൂബിന്റെ. അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് 2ാം തവണ ഉണ്ടോ നമ്മൾ ഈ മീഡി നടത്തുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ. അപ്പോൾ ഗേസ് നമ്മുടെ ടീം മൊത്തം ഇവിടെ സെറ്റാണ് കേട്ടോ. നമ്മൾ തമ്പൂലോ എത്ര അപ്പൊ നമ്മുടെ ടീം മൊത്തം സെറ്റാണ് കേട്ടോ. ഏറ്റവും വൈകി വന്ന് ഞങ്ങളാണ് എല്ലാ ടീമിനും പെട്ട്. ആ കാസ്മാത്ത പുതിയ കുട്ടി ഉണ്ടായോ? അപ്പൊ എല്ലാരും സാധനവാസ് അന്റെ പെണ്ണുങ്ങളെ വെച്ചാണ്ട് എന്റെ പെണ്ണുങ്ങളെ എടുത്തുകാരൻ സാധനം കൊണ്ടുവന്നു കണ്ടു കുറച്ച് മുമ്പ്. ഞാൻ ഇവിടെ ബസ്സിന് ഡാൻസ് വെച്ചിട്ടുണ്ട്. ഓ ഇങ്ങനെ ബസ്സിന് ഡാൻസ് വെച്ചിട്ടുണ്ട്. ഓൾക്ക് ഇനി മനസ്സിലായിട്ടില്ല. ഞാൻ കണ്ടോടെ അതിന്റെ മുമ്പ് കണ്ടിക്ക്. ഇന്നലെ തന്നെ കണ്ടിക്ക് ഇജ്ജ് ഡാൻസ് വെച്ച് കണ്ടു ഞാൻ ബസ്സിന്. ബിസിയൊക്കെ തീർന്നോ? ബിസിയൊക്കെ തീർന്നോ? എത്ര വർഷം? എത്ര വർത്താനോ? എന്റെ പേരുണ്ടോ? സാനു എപ്പോഴാ വന്നേ? നമ്മുടെ ഷിബിൽ മുത്തുമണിയാണ്. എന്താ വർത്താനം? നല്ല വർത്താനം. എപ്പോഴാ വന്നേ? ഞാൻ ജുവേലൂര് എഴുതിയാണ്. കാരണം ജുവേലൂരിലേക്ക് മുന്നറിയിപ്പില്ല. നമ്മളങ്ങനെയാണ് വരൂലെന്ന് വിചാരിച്ചത് നമ്മൾ വരും. അതാ പിന്നെ 5 മിനിറ്റ് വിളിച്ചപ്പോ മനസ്സിലായിട്ട് വന്ന് കിട്ടി. ആ മിന്നാജിന്റെ കല്യാണല്ലേ? മിന്നാജിന്റെ കല്യാണം മറ്റേ മിന്നാജിന്റെ കല്യാണം ആണ്ടുണ്ട്. 5 പോണില്ല. 5 ഇപ്പഴാ അറിയുന്നത്. അതെ. സുഖം. നല്ല അടിപൊളി. നമ്മുടെ ഷിബിലാണ് മക്കളെ. അപ്പോ 10 500 എത്ര വണ്ടിന്? അപ്പൊ എന്തായാലും 10 ഇന്നാവും. ഈ വീഡിയോ എപ്പോഴാണ് അപ്പൊ ആവുമോ? എല്ലാവരും മക്കളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളറിയുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഷിബിലിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അല്ലേ. നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഷിബിൽ വരും അല്ലേ. നമ്മുടെ ചങ്കാണ് കേട്ടോ, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 5 പേജാൻ അച്ചാർ കൊണ്ടാട്ടി മോശമായിട്ടോ. അച്ചാറും കൂടി ഉണ്ടായിരുന്നില്ലേ? അച്ചാർ വാങ്ങല്ലേ ഓൻ കൊണ്ടാൻ കെട്ടി. പക്ഷേ പിന്നെ വന്നതാണ്. അച്ചാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ എല്ലാ ടീമും മൊത്തം തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ പോകിന് തുടങ്ങി ഇരിക്കണ്ടോ. ഞങ്ങൾ ടീം മൊത്തം ഉണ്ട് ഇവിടെ. സെറ്റാണ് കേട്ടോ, എല്ലാവരും സെറ്റാണ് കേട്ടോ. ഇജ്ജ് കഴിച്ചോ? ഇജ്ജ് കഴിച്ചോ? നമ്മളെ ഉള്ളിലേക്ക് കിടക്കാൻ പോയിട്ടോ. ഇപ്പം നിന്റെ തുണക്കാരനാണ് ഞാൻ ഇവിടെ ചെറിയ സ്ഥലത്താ. മഞ്ഞപ്പെട്ടി എന്ന സ്ഥലം. മഞ്ഞപ്പെട്ടി എല്ലോ ബോസ് അങ്ങനെയും പറയാം അല്ലേ. പക്ഷെ വണ്ടൂര് എനിക്ക് ഫേമസ് ആണ്. അതാ നല്ല സിബിലി വണ്ടൂര് എന്നാല് എന്താ ദൂരത്തിലെ സെലിബ്രിറ്റി ഒക്കെ അറിയാൻ വല്ലാണ്. അങ്ങനെ ഇതുണ്ട്. സകല യൂട്യൂബർമാരെയും നമ്മൾ കമ്പനിയാണ്. വലുതും ചെറുതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മ സീനത്താ വരുന്നത്. സീനത്ത് താത്തേനെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അപ്പൊ നമ്മളെ ഈ ഹിമ ഹോം കെയറിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കുറെ ആളുകൾക്ക് കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്താണ് കുറെ ആളുകൾ ബിരിയാണിനെയാണോ അതിന്റെ മെയിൻ പരിപാടി എന്നൊക്കെ കരുതിയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഫരീദ് റഹ്മാൻ സാറിനെ നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത്. ഫരീദ് റഹ്മാൻ സാറില്ല. ആകട്ടെ കേസ് നമ്മളെ ഫരീദ് റഹ്മാൻ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മുഖങ്ങളെ നേരിട്ട് കാണാനായതിലെ സന്തോഷത്തിലാണ് ഈ ഇമ്രാൻ
കാണപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാളേറെ ഒരു പ്രാധാന്യം സ്വാധീനമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഹിമ എന്ന ഈ കാരുണ്യ തണലിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പരത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത അജീന പല സന്ദർഭത്തിലും സ്ഥാപനത്തിന്റെ പല കാര്യങ്ങളും അന്വേഷിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. ഈ കോർഡിനേഷൻ വഴി കഴിഞ്ഞ വർഷവും പല ആളുകളും സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയുകയും പല സന്ദർഭത്തിലും ഇവിടെ വന്നു ചേർന്ന് ഇവിടെ ഭക്ഷണമായും മറ്റു സഹായമായും പലതും ചെയ്തത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഒരുപാട് സൗഭാഗ്യങ്ങളുടെ നടുവിലാണ്. സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകും. ദുഃഖം അത് പങ്കുവെക്കുമ്പോൾ നേർ പകുതിയായി നമ്മുടെ മനസ്സിന് സാന്ത്വനമായി. നമ്മുടെ ദുഃഖവും സങ്കടവും പങ്കുവെക്കാൻ ആളില്ലാതാകുന്ന ഒരവസ്ഥ. വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു പിടിവള്ളി കിട്ടാതെ പ്രയാസപ്പെടുന്നവന്റെ ഒരവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും നിറവും വർണ്ണവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്വത്തിന്റെ പിടിയിലമർന്ന ഏതൊരാളുണ്ടോ അവർക്കൊരായിരം സ്നേഹത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ഹിമ കെയർ. 2017 നമ്മൾ ആരംഭിച്ചു. ഇന്ന് 2024 എത്തുമ്പോൾ 250ഓളം നിരാലംബർക്ക് അഭയം നൽകാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായി എന്ന് സന്തോഷത്തോടുകൂടെ നിർവൃത്തിയോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, പുതിയ കാലം രണ്ടു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന്, സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ മുമ്പത്തെക്കാളേറെ വലിയ പരിഗണന കിട്ടിയ കാലമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ജനിച്ചു വളരാൻ കൊതിയില്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല. KG പോകുന്ന കുട്ടികൾക്ക് അമ്മമാർ ഒരുക്കി കൊടുക്കുന്ന സന്നാഹങ്ങൾ കണ്ടാൽ അവർ സ്കൂളിലേക്കാണോ സൗരയൂഥത്തിലേക്കാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരുക്കളോടുകൂടി ആ സ്കൂളിലേക്ക് അയക്കുന്നത്. സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് അവരവരുടെ വീടുകളിൽ കുട്ടികളെ കാത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം നമ്മൾ നോക്കൂ. മുതിർന്ന ആളുകൾക്കും വലിയ പരിഗണനയും സ്നേഹവും കിട്ടുന്ന ഒരു കാലമാണ്. മാതൃദിനവും പിതൃദിനവും അധ്യാപക ദിനവും ഒക്കെ വലിയ പ്രഘോഷങ്ങളോടുകൂടെ ആഘോഷിക്കുന്ന ഒരു കാലമായി നമ്മൾ മാറിയതിന്റെ സന്തോഷം നമ്മളൊക്കെയുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഗതികൾ നമ്മെ വേദനിപ്പിക്കുന്നതുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒറ്റപ്പെട്ടതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. വലിയ മനസ്സിന്റെ ഉടമകളാണ് പ്രത്യേകിച്ച് മലയാളികൾ. ഒരു ജീവന് 34 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വദേശത്തും വിദേശത്തുള്ള നല്ലവരായ മനുഷ്യർ ജാതിയും മതവും നോക്കാതെ ദേശവും ഭാഷയും നോക്കാതെ കൈകോർത്ത് 44 കോടി കടന്ന ഒരു കഥയാണ് നമ്മൾ കേൾക്കാനിടയായത്. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ അർജുൻ
അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എവിടെയോ ഉണ്ടെന്നറിയുമ്പോൾ 10 ദിനത്തോളമായി നെഞ്ചുരുകി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ കണ്ണീരിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് ഒരറുതി ഉണ്ടാവണേ. ദൈവമേ, അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിലും എല്ലാം ബോധ്യമാകുന്ന ഒരു നല്ല നിമിഷത്തിന് വേണ്ടി ഒരു രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ്. ഈ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബന്ധുക്കൾക്ക് നടനടാനുള്ള ഇടയല്ല. ആരോഗ്യമില്ലാതെ ഒറ്റപ്പെടുകയോ ശാരീരികമായും മാനസികമായും ജീവിക്കാൻ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക്, ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് അവരെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും സാധിക്കാത്ത സ്ഥിതിവിശേഷം വരുമ്പോൾ അവർക്ക് എല്ലാമായി തീരുന്ന ലോകമാണ് ഹിമ. ഹിമ ഇതൊരു കുടുംബത്തിന്റെ പേരാണ്, ഇതൊരു സ്ഥാപനമല്ല. ഇവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും. അപ്പം നമ്മുടെ ഈ പാർട്ട് 1 വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടോ. ഈ പാർട്ട് 2 വീഡിയോ ഉടനെ വരും കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുത്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉണ്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.